ദുഃഖം കനീഭവിച്ച് നിൽക്കുന്ന കണ്ണാടിക്കൽ വസതിയിൽ അർജുനൻ എന്നൊരു ചെറുപ്പക്കാരൻ്റെ ജീവിത പുസ്തകത്തിലെ നമ്മൾ കാണാത്ത ഒരുപാട് സ്നേഹത്തിൻ്റെ അധ്യായങ്ങളുണ്ട് ഇന്ന് നമ്മൾ പറയുന്നു. കുഞ്ഞിന് വാങ്ങിയ കളിപ്പാട്ടം പോലും തിരിച്ചെത്തിക്കാൻ കഴിയാത്ത ഒരു പിതാവിൻ്റെ നോവ്, മണ്ണിൻ്റെ അഗാധങ്ങളിൽ വലിയൊരു മാരി പോലെ വന്നിറങ്ങിയ ഈ ഉരുൾപൊട്ടലിൻ്റെ അവസാനം, മണ്ണിടിച്ചലിൻ്റെ അവസാനം, ഈ പുഴയിലേക്ക് അന്തമില്ലാത്ത ഈ ആഴത്തിലേക്ക് മുങ്ങിത്താഴുമ്പോഴും ഈ മനുഷ്യൻ എന്തൊക്കെ ഓർമ്മിച്ച് കാണും എന്ന് നമ്മൾ ആലോചിച്ചു പോകും. ഒരു പിതാവിൻ്റെ മനസ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ മരണം സ്വന്തം ജീവിതം മുഖത്ത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നറിയുന്ന നിമിഷം അയാൾ ആലോചിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അറിയാതെ ഈ നിമിഷം ഓർമ്മിച്ചു പോകുന്നു. വാക്കുകൾ വല്ലാതെ നമുക്ക് ഒരുപാട് തപ്ത നിമിഷങ്ങൾ സമ്മാനിക്കുന്നു എന്നെനിക്കറിയാം. ഈ വിയോഗം നമ്മുടെ ചരിത്രത്തിൽ കേട്ടുകഴിവില്ലാത്തതാണ്. ഒരുപക്ഷേ ഒരു പ്രശസ്തിയും ഒരു ഖ്യാതിയും ഒരു തിരിച്ചറിവും അല്ലെങ്കിൽ ഒരു പ്രശസ്തിയും ഇല്ലാതെ പോയ ഒരു ചെറുപ്പക്കാരൻ്റെ അന്ത്യനിമിഷങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനിപ്പോൾ ക്ഷണിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ സമാധാനിക്കുകയും ചെയ്യുന്നു. കാരണം സ്നേഹം ആവശ്യമുള്ളിടത്ത് അത് നൽകാനും ഒരു പൂ ചോദിക്കുന്ന ആളിനൊരു പൂക്കാലം മുഴുവൻ സമ്മാനിക്കാനും കൃതകസ്ഥരാണ് മലയാളികൾ. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഈ കണ്ണീർ ഓർമ്മകൾ വീഴുന്ന വഴികളിലൂടെയാണ് ഈ വാഹനവ്യൂഹം കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. വിജയകുമാർ, ഈ അർജുനെ അറിയാവുന്നവരും അർജുനെ പറ്റി കേട്ടിട്ടുള്ളവരും അർജുൻ്റെ ഈ 72 ദിവസത്തെ ജീവിതത്തെ പറ്റി അന്വേഷിച്ചവരുമൊക്കെ അവസാനമായി ആ ചെറുപ്പക്കാരനെ കാണുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ അവരൊന്നും അർജുനുമായി അങ്ങനെ നേരിട്ട് ബന്ധമുള്ളവരാകണമെന്നൊന്നുമില്ല. ഈ വാർത്തകളിലൂടെ അർജുൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് അർജുൻ്റെ മാനസികാവസ്ഥ, അർജുൻ്റെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയുമായി ഏതാണ്ട് താതാത്മ്യം പ്രാപിച്ച ആളുകൾ തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. അവർ അവസാനമായി ആ ചെറുപ്പക്കാരൻ, ആ സഹോദരന് ഒന്ന് കണ്ട് ഒരു യാത്ര പറഞ്ഞു പോവുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അവർക്ക് അർജുനെ അങ്ങനെ നേരിട്ട് അറിയണമെന്നൊന്നുമില്ല. അങ്ങനെ കേട്ടും അറിഞ്ഞുമൊക്കെ എത്രയോ ആളുകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ണാടിക്കലിലേക്ക് എത്തുന്നതെന്ന് നമ്മൾ രാവിലെ മുതൽ കാണുന്നുണ്ട്. ഇവരൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളോട് നിങ്ങൾ അർജുനെ മറന്നോ, ഷിരൂർ ദൗത്യത്തെപ്പറ്റി നിങ്ങൾ എന്താണ് മിണ്ടാത്തത് എന്ന് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ വാർത്തകളുടെ പിന്നിൽ കുറച്ച് സമയം നിന്നാൽ അടുത്ത മിനിറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം, നിങ്ങൾ ഷിരൂർ ദൗത്യത്തെ പറ്റി കൂടി റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് പാതിയിൽ മുടങ്ങിപ്പോകും. അപ്പോൾ സ്വന്തം വീട്ടിലെ ഒരാളിനെ കാണാതായ വെമ്പലോടെ ആദിയോടെയാണ് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഈ ദൗത്യത്തെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുകയും അത് മറക്കരുത്, എത്ര തിരക്കുള്ള വലിയ വാർത്തകൾ വന്നാലും അർജുനെ മറക്കരുത് എന്ന് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവരിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഈ അർജുനെ അവസാനമായി കാണാൻ കണ്ണാടിക്കലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, ആ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരൻ, ആ കുടുംബത്തിൻ്റെ അത്താണി, അങ്ങനെ അർജുൻ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന എത്രയോ കാലമായി നമ്മളുടെ ഇടയിൽ അങ്ങനെ അർജുൻ ജീവിച്ചിരുന്നു. അങ്ങനെ നമ്മളെ വിട്ടു പിരിയുകയാണ്. നമ്മൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപകടമുണ്ടായി ഒരാഴ്ച കഴിയുമ്പോഴേക്കും അർജുൻ ജീവിതത്തിലേക്ക് തിരികെ വരില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മളുടെ ബുദ്ധിയിലുണ്ടെങ്കിലും പക്ഷേ നമ്മളുടെ മനസ്സിൽ അർജുൻ തിരികെ വരും. അർജുൻ ഏതെങ്കിലും ഒരു തുരുത്തിൽ അകപ്പെട്ടിട്ടുണ്ടാകും, അവിടെ നിന്ന് അർജുൻ ജീവനോടെ തിരികെ വരും എന്ന് തന്നെ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ വൈകാരികമായി അങ്ങനെ ആഗ്രഹിക്കുകയും അങ്ങനെ സങ്കല്പിക്കുകയും നമ്മൾ അങ്ങനെ സ്വപ്നം കാണുകയും ചെയ്തു. പക്ഷെ അപ്പോഴും നമ്മളുടെ തലച്ചോറ്, നമ്മുടെ ബുദ്ധി പറയുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസമായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 72 ദിവസത്തെ കാത്തിരിപ്പ്, ഒരാഴ്ചനപ്പുറമുള്ള വേദന വല്ലാതെ കിടക്കുന്നു. ഗംഗാവലി പുഴ ആഴങ്ങളിൽ ഒളിപ്പിച്ച അർജുൻ്റെ മൃതദേഹം 75-ാം ദിവസം കണ്ടുകിട്ടി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുകയാണ്. വഴിയെമ്പാടും കണ്ണിൽ കുതിർന്ന ഒരുപാട് അന്ത്യാഞ്ജലികളുടെ നിമിഷങ്ങൾ, അർജുൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹര നിമിഷങ്ങൾക്ക് സാക്ഷിയായ ഈ വീടിൻ്റെ അതേ മുറ്റത്തേക്ക് അല്പനിമിഷങ്ങൾക്കകം ചേതനയേറ്റ ഈ വാഹന വ്യൂഹത്തിലൂടെ ഈ ഇത്രയധികം ജനസഞ്ചയത്തിൻ്റെ അകമ്പടിയോടെ അർജുൻ എത്തുകയാണ്. അർജുനെ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ആൾക്കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ അവസാനമായി യാത്രാമൊഴി നൽകാൻ, അന്ത്യാഞ്ജലി നൽകാൻ ഒക്കെ തന്നെയാണ് ഈ ജനക്കൂട്ടം ഇന്ന് ഈ ശനിയാഴ്ച ദിവസം ഈ കണ്ണാടിക്കൽ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഈ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരുപാട് അർജുൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ വീടിൻ്റെ മുറ്റത്തേക്ക് അല്പസമയത്തിനകം ഈ വാഹനവ്യൂഹം എത്തും. ഒരുപക്ഷെ ഒരുപാട് ഇത്തരം ഉത്കണ്ഠയുടെ നാളുകളിൽ ഈ ഷിരൂരിൽ നിന്ന് അർജുൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പറയേണ്ടി വന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഹാഷ്മി താജ് ഇബ്രാഹിം. ഹാഷ്മിയുടെ ജീവിതത്തിലെ ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നൊമ്പരത്തിൻ്റെ കുറേ ഏടുകൾ ദിവസങ്ങളോളം സമ്മാനിച്ച അർജുൻ്റെ ജീവിത പുസ്തകത്തിന് അവസാനമാകുന്നു. ഹാഷ്മി, പറയൂ.
ഉറപ്പായും എസ് കെ നമ്മുടെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഒരുപാട് ദുരന്ത സ്ഥലങ്ങളിൽ നേരിട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ വിവരങ്ങൾ, വാർത്തകൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ശിരൂർ ദൗത്യവും വയനാടും നമ്മുടെ മാധ്യമപ്രവർത്തന ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത 2 അധ്യായങ്ങളായി ഇങ്ങനെ കണ്ണീർ പുസ്തകങ്ങളായി നിൽക്കുകയാണ്. എസ് കെ അതിൽ ഏറ്റവും പ്രധാനം ശിരൂര് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ പ്രതീക്ഷ അർജുനെ എത്രയും പെട്ടെന്ന് ജീവനോടെ കിട്ടി. കാര്യം ആ ദിവസങ്ങൾ ഇതിൻ്റെ ക്യാബിനിൽ ഒരാഴ്ച ഒരു മനുഷ്യന് സുഖമായി ജീവിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷകൾ കേൾക്കുന്ന സമയത്താണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് അതിസങ്കീർണമാണ്. അവിടുത്തെ രക്ഷാദൗത്യം അതിന് കാരണം ഈ ഗംഗാവലി തന്നെയാണ്. ഗംഗാവലി നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പുഴ പോലെ ഒരു പുഴയായിരുന്നില്ല എസ് കെ. അന്ന് ഇപ്പോഴിത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതോ ഒരു പുഴ പോലെ തോന്നുമെങ്കിലും അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് എല്ലാവരെയും പീഡിപ്പിച്ച് ആരെയും അടുപ്പിക്കാതെ കുത്തി ഒഴുകിയിരുന്ന ഈ 72 നാളുകൾ അർജുനെ അതിൻ്റെ ആഴങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഗംഗാവലി അത് തിരിച്ചു തരാൻ നിർബന്ധിതയാവുകയായിരുന്നു എസ് കെ. യഥാർത്ഥത്തിൽ അർജുനെ ഗംഗാവലിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അർജുനെ ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ ആഴങ്ങളിൽ എവിടെയെങ്കിലും വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവില്ല എന്ന കേരളത്തിൻ്റെ കടുത്ത ഇച്ഛാശക്തിയാണ് അർജുനെ നമുക്ക് തിരികെ തരാൻ ഗംഗാവലിയെ നിർബന്ധിതയാക്കിയത്. എന്തായാലും എസ് കെ ഇതിനു മുൻപ് മൃതദേഹം വഹിച്ചൊരു വാഹനം, അതിനു ചുറ്റും ഇത്തരത്തിൽ പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത മട്ടിൽ വലിയ ജനസാഗരം വിതുമ്പുന്നത് നമ്മൾ കണ്ടത് ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ മരണകാലത്താണ് എസ് കെ. അത് കേരളത്തിലുടനീളം കണ്ടുവെങ്കിൽ ഇതൊരു ചെറിയ സ്പേസിലാണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഒരു വലിയ ജനസാഗരം നമ്മൾ കാണുന്നത് സാധാരണഗതിയിൽ അത്തരം രാഷ്ട്രീയ നേതാക്കൾ മരിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ തലപ്പൊക്കമുള്ള അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലുള്ള മനുഷ്യർ മരിക്കുമ്പോൾ മാത്രമാണ് അത്തരത്തിലൊരു യാത്രാമൊഴി നാട് നൽകുന്നത്. ഇതിപ്പോൾ സാധാരണക്കാരനായ നമ്മുടെയൊക്കെ കൂട്ടത്തിലെ ഒരാൾ മാത്രമായ ഒരു പാവങ്ങളിൽ പാവമായ ജീവിത പ്രാരാബ്ധം പേറി വലിയ ഭാരങ്ങളെടുക്കാൻ ഉദ്യുക്തനായ ഒരു പാവം 20-കാരൻ പയ്യൻ, നന്നേ ചെറുപ്പത്തിലെ തന്നെ കുടുംബ പ്രാരാബ്ധം എടുത്ത് തോളിൽ വെച്ച് പെരുവഴിയിലേക്ക് ജോലി തേടി ഇറങ്ങിയ ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അവൻ ചേതനയേറ്റ് നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അർജുനെ ഒരിക്കൽ പോലും കാണാത്തവർ, അർജുനെ ഒരിക്കൽ പോലും അറിയാത്തവർ അർജുനെ ഒരു നോക്ക് കാണാനും ഒരു ആദരമർപ്പിക്കാനും കണ്ണു നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അർജുൻ എത്രത്തോളം മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തി ഈ 72 നാളുകൾ എന്ന കാര്യം ഉറപ്പാണ്. എസ് കെ നമ്മൾ പേർത്തും പിന്നെയും പറയുകയാണ്. 72 നാളുകളിൽ കേരളത്തിലെ ഓരോരോ വിട്ടകങ്ങളിലും അർജുൻ അവരവരുടെ ദൈവങ്ങളോട് ഹൃദയമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടും ഓരോ മലയാളിയും. അർജുനെ ജീവനോടെ തരണേ പടച്ചോനെ, അർജുനെ ജീവനോടെ തരണേ ദൈവങ്ങളെ എന്ന് ഹൃദയമുരുതി പ്രാർത്ഥിച്ചവരാണ് കേരളത്തിലെ ഓരോരോ മലയാളിയും.